ലോക ക്ലാസിക്കുകളിൽ നൂറുകണക്കിന് സിനിമകളാണ് യാത്രകൾ പ്രമേയമാക്കി ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും യാത്ര ചെയ്യുന്ന ഫീലാണ് ഇത്തരം സിനിമകൾ നമുക്ക് നൽകുന്നത്. അതിലെ കഥാപാത്രങ്ങളോടൊപ്പം പ്രേക്ഷകരും യാത്ര ചെയ്യുകയാണ്. നിരവധി ലൊക്കേഷനുകൾ, ലോകപ്രശസ്തമായ സ്ഥലങ്ങൾ, ഇന്നേവരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്ത പ്രദേശങ്ങൾ, ഇതെല്ലാം ട്രാവൽ മൂവികളുടെ പ്രത്യേകതയാണ്. പ്രണയവും കോമഡിയും ത്രില്ലറുമൊക്കെ പ്രമേയമാക്കി വരുന്ന സിനിമകൾ. മലയാളത്തിലും ഒട്ടനവധി ട്രാവൽ മൂവികളുണ്ട്. അത്തരം ചില സിനിമകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയാണിത്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. യാത്രാപ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രമാണ് സമീർ താഹിറിൻ്റെ സംവിധാനത്തിൽ 2013 പുറത്തിറങ്ങിയ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ദുൽഖർ സൽമാനായിരുന്നു കേന്ദ്ര കഥാപാത്രം. നായകന് തുല്യമായ റോളിൽ തന്നെ സണ്ണി വെയിനും ചിത്രത്തിലെത്തുന്നു. കേരളത്തിൽ നിന്ന് നാഗാലാൻഡിലേക്ക് ബൈക്ക് യാത്ര നടത്തുന്ന 2 കോളേജ് വിദ്യാർത്ഥികളുടെ കഥയാണ് സിനിമ പറയുന്നത്. ദുൽഖറിൻ്റെ കഥാപാത്രം കാമുകിയെ തിരഞ്ഞു പോകുന്നതാണ് കഥ. യാത്ര ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചിത്രം. കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ്, സിക്കിം എന്നീ 7 സംസ്ഥാനങ്ങളിലായാണ് സിനിമ ചിത്രീകരിച്ചത്. നാഗാലാൻഡിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ഭ്രമരം. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് ഭ്രമരം. തിരക്കഥയും ബ്ലെസ്സിയുടേത് തന്നെ. ശിവൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഭൂമിക ചൗള, സുരേഷ് മേനോൻ, മുരളി ഗോപി, ലക്ഷ്മി ഗോപാലസ്വാമി, നിവേദിത എന്നിവരാണ് മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഉണ്ണിയുടെയും സുഹൃത്തായ ഡോക്ടർ അലക്സിൻ്റെയും ജീവിതത്തിലേക്ക് ഹൈ റേഞ്ചിൽ ജീപ്പ് ഡ്രൈവറായ ജോസ് കടന്നു വരുന്നു. അയാൾ ജോസ് അല്ലെന്നും സ്കൂളിൽ വെച്ച് തങ്ങൾ ചെയ്ത കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ശിവൻകുട്ടിയാണെന്നും അവർ മനസ്സിലാക്കുന്നു. ഭാര്യയും മകളും ഉപേക്ഷിച്ച ശിവൻകുട്ടി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി കൂട്ടുകാരെ പുളിച്ചോല എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്. ആ യാത്രയാണ് സിനിമയിലെ ഹൈലൈറ്റ്. ശിവൻകുട്ടി ഓടിക്കുന്ന ജീപ്പിൽ കൂട്ടുകാർ ഒരു ഹൈ റേഞ്ച് ഗ്രാമത്തിലെത്തുന്നു. യാത്രയിലുടനീളം പല സംഭവ വികാസങ്ങളും അരങ്ങേറുന്നു. ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുന്നതും ഈ യാത്രയിലാണ്. ഒട്ടനവധി പുരസ്കാരങ്ങളാണ് ചിത്രം കരസ്ഥമാക്കിയത്. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തിലെ കുളച്ചിവയലായിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. ഹൈ റേഞ്ചിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കാൻ ചിത്രത്തിനായിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വഴി. ഡോക്ടർ ബിജു രചനയും സംവിധാനവും നിർവഹിച്ച വീട്ടിലേക്കുള്ള വഴി റിലീസ് ചെയ്യുന്നത് 2010 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും മികച്ച ഛായാഗ്രാഹകനും ലാബിനുമുള്ള സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കിയ ചിത്രം കെയ്റോ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഡൽഹിയിലെ ഒരു ആശുപത്രി കിടക്കയിൽ വെച്ചാണ് യുവ ഡോക്ടർ റാഷിദയെ പരിചയപ്പെടുന്നത്. അവസാനമായി അവൾ ഡോക്ടറോട് അപേക്ഷിക്കുന്നത് കുളത്തൂപ്പുഴയിലെ ഒരു ആദിവാസി ഗ്രാമത്തിലുള്ള തൻ്റെ മകനെ അവൻ്റെ അച്ഛനടുത്ത് എത്തിക്കണമെന്നായിരുന്നു. താരിഖ് എന്ന മുജാഹിദീൻ നേതാവാണ് ആ അച്ഛൻ. അയാളുടെ ആസൂത്രണത്തിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിലാണ് ഡോക്ടർക്ക് ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടത്. ഈ 5 വയസ്സുകാരനോടൊപ്പം ഡോക്ടർ നടത്തുന്ന യാത്രയാണ് വീട്ടിലേക്കുള്ള വഴി എന്ന ചിത്രം. കേരളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഡൽഹി, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ പിന്നിട്ട് ജമ്മു കാശ്മീരിലാണ് അവസാനിക്കുന്നത്. കേരളത്തിലെ രംഗങ്ങൾ ചിത്രീകരിച്ചത് കുളത്തൂപ്പുഴയിലും തിരുവനന്തപുരത്തുമായിരുന്നു. ജയ്സാൽമീറിലെ മരുഭൂമിയിലും പുഷ്കറിലുമായിരുന്നു രാജസ്ഥാനിലെ ലൊക്കേഷൻ. ജമ്മു കാശ്മീരിലെ രംഗങ്ങൾ ചിത്രീകരിച്ചത് ലേയിലായിരുന്നു. തീവ്രവാദവും യാത്രയും സമാന്തരമായി കൊണ്ടുപോകുന്ന സിനിമ മലയാളം, രാജസ്ഥാനി, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. റാണി പത്മിനി. നായിക പ്രാധാന്യമുള്ള സിനിമയാണ് റാണി പത്മിനി. മഞ്ജു വാര്യരും റിമ കല്ലിങ്കലും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ആഷിഖ് അബുവാണ്. റാണിയായി റിമിയും പത്മിനിയായി മഞ്ജുവും വേഷമിട്ടു. 2015 ചിത്രം പുറത്തിറങ്ങിയത്. ഹിമാലയത്തിലേക്കുള്ള 4 യാത്രകളാണ് സിനിമയുടെ ഉള്ളടക്കം. ഹിമാലയത്തിൽ നടക്കുന്ന കാർ റാലിയിൽ പങ്കെടുക്കാനായി ഗിരി പുറപ്പെടുന്നു. അയാളെ തിരികെ കൊണ്ടുവരാനായി ഭാര്യ പത്മിനി നടത്തുന്ന യാത്രയാണ് രണ്ടാമത്തേത്. ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്ക് ഗുണ്ടാ സംഘത്തിൽ നിന്നും രക്ഷ തേടിയാണ് റാണിയുടെ യാത്ര.
റാണിയെ പിന്തുടർന്ന ഗുണ്ടകൾ, ഹിമാലയൻ കാർ റാലി റിപ്പോർട്ട് ചെയ്യാനായി ചാനൽ സംഘം ഇവരൊക്കെ യാത്ര ചെയ്യുന്നു. ബസ് യാത്രക്കിടയിൽ യാദൃച്ഛികമായി റാണിയും പത്മിനിയും കണ്ടുമുട്ടുന്നു. തുടർന്നുള്ള യാത്ര ഇരുവരും ഒരുമിച്ചാണ്. ചിത്രം പരാജയമായിരുന്നെങ്കിലും ഹിമാചലിലേക്ക് ഒരു യാത്ര പോകാൻ ഏതു പ്രേക്ഷകനും കൊതി തോന്നും. അത്രയും മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് മഞ്ഞു പുതച്ചു കിടക്കുന്ന മണാലിയുടെ സൗന്ദര്യം. പാരാഗ്ലൈഡിംഗ് രംഗങ്ങളൊക്കെ മനസ്സിന് കുളിർമ പകരുന്നതാണ്. നോർത്ത് 24 കാതം. ഒരു കാതം 16 കിലോമീറ്ററാണ്. 24 കാതമുള്ള ഒരു യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് നവാഗതനായ അനിൽ രാധാകൃഷ്ണ മേനോൻ രചനയും സംവിധാനവും നിർവഹിച്ച നോർത്ത് 24 കാതം. 2013 റിലീസ് ചെയ്ത ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, നെടുമുടി വേണു, സ്വാതി റെഡ്ഡി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ചിത്രം മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ചിത്രത്തിൻ്റെ നല്ലൊരു ഭാഗവും കഥാപാത്രങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഒരു ഹർത്താൽ ദിനത്തിൽ ഒറ്റപ്പെട്ടു പോയ 3 അപരിചിതർ. IT പ്രൊഫഷണലായ ഹരികൃഷ്ണൻ, ആദ്യകാലം കമ്മ്യൂണിസ്റ്റായ ഗോപാലൻ, പൊതുപ്രവർത്തകയായ നാരായണി. ഇവരുടെ ഒരു ദിവസത്തെ യാത്രയും ഈ യാത്രയ്ക്കിടയിലെ രസകരമായ അനുഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി രമണീയത വരച്ചു കാണിക്കുന്ന മനോഹരമായൊരു ചിത്രമാണ് നോർത്ത് 24 കാതം. കലി. സമീർ താഹിർ സംവിധാനം ചെയ്ത കലി തിയേറ്ററുകളിലെത്തുന്നത് 2016-ലാണ്. ദുൽഖർ സൽമാനും സായി പല്ലവിയുമായിരുന്നു നായക കഥാപാത്രങ്ങൾ. ചെമ്പൻ വിനോദ്, വിനായകൻ, സൗബിൻ സാഹിർ എന്നിവരും പ്രധാന വേഷത്തിലെത്തി. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം കാരണം സിദ്ധാർത്ഥ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം. കൊച്ചി, വാഗമൺ, ഗൂഡല്ലൂർ, മസിനഗുഡി, അതിരപ്പിള്ളി എന്നീ സ്ഥലങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. സിനിമ കണ്ട ഏതൊരാൾക്കും ഈ സ്ഥലം ഒന്ന് കാണാൻ തോന്നും. അമ്പിളി. 2019 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്പിളി. ഗപ്പിക്കു ശേഷം ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൗബിൻ ഷാഹിറാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നായിക തൻവീറ. ദേശീയ സൈക്ലിംഗ് ചാമ്പ്യനായ ബോബി കുര്യന് സ്വീകരണമൊരുക്കുന്ന അമ്പിളിയുടെയും നാട്ടുകാരുടെയും കഥയിൽ നിന്നാണ് ചിത്രം തുടങ്ങുന്നത്. സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോബിയെ അമ്പിളി അനുഗമിക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. കട്ടപ്പനയുടെയും ഹിമാചലിൻ്റെയും കാശ്മീരിൻ്റെയുമെല്ലാം വശ്യസൗന്ദര്യം ഒപ്പിയെടുക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നീണ്ടൊരു യാത്ര പോയ അനുഭവം ഈ ചിത്രം പ്രേക്ഷകന് നൽകുന്നു. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും എത്രയോ ട്രാവൽ സിനിമകൾ മലയാളത്തിലുണ്ട്. അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ അറിയാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.